ഇനിയിപ്പോ നമ്മുടെ ബാപ്പയുടെ കഥയിലോട്ട് വരുമ്പം മമ്മൂക്കയ്ക്ക് പേന കൊടുത്തൊരു കഥയുണ്ട്. ശരിക്കും എന്തായിരുന്നു ആ കഥ? അതാ കഥ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് മമ്മൂക്ക ഭയങ്കര ഗാഡ്ജറ്റ് ഫ്രീക്കാണ്. പണ്ട് തൊട്ടേ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പെൻ, ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞാണ്, ഒന്നും വിചാരിക്കരുത്. ഈ പറയാൻ വേറെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ, പറഞ്ഞു. അത് ഈ പേന ഇത് ഞാൻ പറഞ്ഞാണല്ലോ, ഇനി പറയണോ? അത് പറയണം. അല്ല, അത് പറഞ്ഞു വേണോ? വേണ്ട വേണ്ട, മതി മതി. നീ കൊല്ലല്ലോ, നീ വലി. ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ ഒരു പെന്നുണ്ട്, അത് 90s തുടക്കമാണ്. ഈ പേനക്കൊരു പ്രത്യേകത, പേന ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാല് പേന ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അറ്റത്ത് തിരിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. അപ്പൊ അന്നത്തെ കാലത്ത് ഇത് ഭയങ്കര സാധനം. ഇതെങ്ങനെയാണ് ഇതിന്റെ പരിപാടി? ഇത് കണ്ടിട്ടില്ല, ഈ പേനയുടെ തുമ്പത്ത് ലൈറ്റ് ഇങ്ങനെ കത്തുന്ന പറഞ്ഞു. അപ്പൊ നമുക്കിത് കണ്ട് ഇത് കൊള്ളാലോ തന്നെ. എനിക്കിത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാമല്ലോ, ഇത് ഞാൻ എടുക്കുകയാണ്, ഇതെനിക്ക് സരിതയും തന്നെ പേനാണെന്ന് പറയാമല്ലോ. അല്ല, അത് വേണ്ട, ഈ പേന എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഇതെനിക്ക് ചോദിച്ചാലും പറയില്ല. ഇത് മമ്മൂട്ടി പോലും ചോദിച്ചിട്ട് കൊടുക്കാത്ത പേരുള്ളത് എന്നുള്ളത് ആ ഒരു കൗണ്ടറാണ് താൻ. ഈ അബീക്കയാണ് ഇപ്പോൾ ഒരു പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഈ സ്പോട്ടിൽ കൗണ്ടർ അടിക്കുക അല്ലെങ്കിൽ സ്പോട്ടിൽ തമാശകൾ വരുന്നൊരു വ്യക്തിയാണ് സൈനുദ്ദീൻ. ശരിക്കും ഒരു മകനായിട്ട് ജനിച്ചതിൽ അഭിമാനിക്കാം. അതോടൊപ്പം തന്നെ ഈ കുട്ടിക്കാലത്തൊക്കെ തമാശകൾ പറയാം. അതോ സിനിമയെ കാണുന്ന സൈനുദ്ദീൻ അല്ലാത്തൊരു സൈനുദ്ദീൻ ഉണ്ടായിരുന്നു വീട്ടില്? അല്ല, ഇപ്പം വാപ്പമാര് എന്ന് പറയുമ്പോ എപ്പോഴും വീട്ടിൽ തമാശ കളിക്കുന്ന ആളല്ല. അല്ല, സത്യം. സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവും, തമാശ പറയേണ്ട തമാശ ഉണ്ടാവും. ഞങ്ങളുടെ പഠിത്തത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കും. ഇത്ര നേരമായിട്ട് എന്താ പഠിച്ചത്? ഒരു പക്ക ഒരു ഫാമിലി മാനായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ PTA മീറ്റിങ്ങിൽ വരും. ഇപ്പം ക്ലാസ്സിൽ പോകാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കൊണ്ട് ആക്കും. പിന്നെ പണ്ടുണ്ടായിരുന്നല്ലോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ചിട്ട് അതെ ഇതൊക്കെ പഠിക്കും, ഇതൊക്കെ നീ ഇത് പഠിക്കും, ഇതൊക്കെ വരും. മറ്റേ ഓരോ സ്കൂളിലും ചിലപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇപ്പുറത്തെ ദിവസം ഹിന്ദി ആയിരിക്കും. അപ്പം അത് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ വീക്കെൻഡിലൊക്കെ അത് ഭയങ്കര രസമാണ്. വീക്കെൻഡിലൊക്കെ ഞങ്ങൾ പുറത്തു പോകും ഡാഡി ഉള്ളപ്പോൾ. ഈ ഞങ്ങൾ സരിത സൗദി പോയപ്പം ഇപ്പം ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ, ഒരു ആക്ടറിൻ്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പല ലൈം ലൈറ്റിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ഒരു ഹിറ്റ് പടം ഇറങ്ങി അവരുടെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻസിലൊക്കെ മൊത്തം ആ സിനിമയുടെ ഡയലോഗായിരിക്കും. ഒരു വെർച്വൽ റിയാലിറ്റി. ഇത് ഞാൻ റിയാലിറ്റിയിൽ കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ മൊത്തം ആൾക്കാർ ചുറ്റിനും കൂടി നിൽക്കും. നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ അവിടെ ചില നല്ലവരായിട്ടുള്ള നാട്ടുകാരെ മറിക്ക് നമ്മൾ ഇറങ്ങണത്. അങ്ങനെ വന്നപ്പം എൻ്റെ പാവ വീഡിയോ ഉണ്ടോ സഖാ ഒരു തീപ്പെട്ടി എടുക്കാൻ? മുമ്പ് സിനിമയിൽ പറഞ്ഞ ഡയലോഗുകളൊക്കെ ആൾക്കാർ നേരിട്ട് പറഞ്ഞ് ഇട്ട് കേൾക്കുമ്പോ ഒരു അത് അന്നത്തെ കാലത്ത് വേറെ ഫീലായിരുന്നു. 90s അന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ല. ആ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല. അന്ന് നാനാ ചിത്രഭൂമി അങ്ങനെ. പക്ഷെ അന്നൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട്, എത്രയോ ഡയലോഗുകൾ അല്ലേ. വർഷങ്ങൾക്ക് ശേഷം പഴയ ഡയലോഗുകളൊക്കെ ഇന്ന് ഹിറ്റാ. അതെ അതെ അതെ, ഇപ്പോഴും ഹിറ്റാണത്. ഈ പണ്ട് പറഞ്ഞ കോമഡികളൊക്കെ അത് ഞാൻ വിചാരിക്കണ ഇപ്പം സിദ്ദിഖ് ലാൽ, ജയറാമേട്ടൻ എല്ലാവരും ഇപ്പം മണിയമ്പിള്ള രാജമംഗളും എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുത്തൊരു പ്രോഗ്രാമിന് ഞാൻ രാജമംഗളിനെ കണ്ടു, മണിയമ്പിള്ള. അപ്പോൾ എൻ്റെ കാര്യം പറയാൻ സൈനുദ്ദീൻ്റെ കാര്യം പറഞ്ഞാൽ പുള്ളിയാണ് സ്പോണ്ടേനിയസ് കോമഡി പറയുന്നത് പറഞ്ഞു. ആ കാര്യത്തിൽ സമയം അത് എല്ലാവരും പറയേണ്ട ഒരു കാര്യമാണ്. ഒരു തർക്കമില്ലാത്ത കാര്യം. കാരണം ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയണമെങ്കിൽ സത്യമാണത്. അപ്പോൾ ഞാനൊക്കെ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം കോമഡികൾ കാര്യങ്ങൾ. ഒരു പക്ഷെ ഇന്ന് ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഉണ്ടായിരുന്നെങ്കിൽ അവസ്ഥ നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. എന്നാലും നമ്മുടെ പ്രൊഫൈലൊക്കെ ഒന്നും കൂടെ ഒക്കെ ചേഞ്ച് ആവും, അപ്ഗ്രേഡഡ് ആവുമായിരുന്നു ഉറപ്പായിട്ടും. ഞാനിവിടെ തന്നെ ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. ചിലപ്പോൾ പുറത്തായിരിക്കാം, അവിടെ വല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കണായിരിക്കും. അറ്റ്ലീസ്റ്റ് എനിക്ക് സിനിമയാണ് താല്പര്യം, സിനിമ കാര്യങ്ങൾ ചെയ്യും. നമുക്ക് നമ്മുടെ താല്പര്യത്തിന് എതിര് നിൽക്കുന്ന ആ വ്യക്തിയല്ല ഒരിക്കലും ഇല്ല. എനിക്ക് വേണം ആ കാര്യത്തിൽ വാപ്പൊക്കെ അഭിമാനിക്കാൻ പറ്റിയ കാര്യം എന്ന് പറയണത്, എൻ്റെ സ്കൂളിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് എൻ്റെ ചേട്ടൻ്റെ കോളേജിലും വന്നിട്ടുണ്ട്.
ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് മിമിക്രി, മോണാക്ട്, ബ്രേക്ക് ഡാൻസ്, ഫാൻസി ഡ്രസ്സ്, ഈ പറഞ്ഞ പോലെ ഇതുണ്ടല്ലോ റിലേ റൈസ്, അതിനൊക്കെ ഫസ്റ്റ് മേടിച്ച്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് പൈസ തരാട്ടിരിക്കണം, എൻ്റെ മോനെ ഫസ്റ്റ് കൊടുത്ത് വിട്ടേക്കണം. അതൊക്കെ അത് 1-ാം ക്ലാസ് തൊട്ടൊരു 5-6 വരെ അങ്ങനെ. അത് കഴിഞ്ഞ് 7-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ആരും പോയി. അപ്പം അതുവരെ നമുക്ക് എന്താ പറയുക, ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് പോയത്.